ഹലോ ഗൈസ്, കുഴി മടിച്ചായ ഞാൻ ഇന്ന് മഴ നനയാൻ വേണ്ടി മാത്രം കറങ്ങാൻ പോണേണ്. ഞാനിനി ചിലപ്പോൾ മഴ ഉണ്ടാവും അറിയില്ല. മഴ മാറി ഗ്യാപ്പിൽ ഞാൻ ഓടി ഇറങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാലേ എനിക്ക് കൊടയാൻ മടിയൊന്നുമില്ല. പോയി നോക്കട്ടെ. ഞാനിന്ന് ഉച്ചക്കാണ് എണീച്ചത്. ഒഴിച്ച് ഞാൻ നോക്കുമ്പോൾ നല്ല പെരുമഴ. അപ്പോൾ തന്നെ മുസ്തൂന് വിളിച്ചിട്ട് നമുക്ക് എങ്ങാടലും പോവാന്ന് പറഞ്ഞു. അപ്പം സമ്മതിച്ചില്ലെങ്കിൽ നകുലൻ കരയേണ്ടി വരും. ഏത് ബസ്സിനായിട്ടാ പോകണം. നമ്മൾ ആദ്യമായിട്ടൊന്ന് ബസ്സിന് അങ്ങാട് പോകണം. ബസ്സിനാണ് നമ്മളെപ്പോഴും പോകാറ്. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മളെപ്പോഴും വണ്ടിക്ക് മാത്രമേ പോകാറുള്ളൂ. ബസ്സിൽ എങ്ങനെ പോകണമെന്ന് അറിയാൻ പാടാം. അതൊക്കെ നോക്കാം. ഇറങ്ങാൻ നേരത്തെ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു. വേറൊന്നുമല്ല, മുസ്തൂന് അവിടെ നിന്ന് 2 ബസ് കയറി വന്നം. അവൻ വരണതിന് മുന്നേ തന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടാ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ചെറിയ പോസ്റ്റ് കിട്ടി, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെല്ലിരിക്കുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു. അപ്പോഴേക്കും ആളും എത്തി. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോണത്. അതായത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബസ്സിന് പോണത്. അതിക്ക് മുമ്പൊക്കെ വണ്ടിക്കാണ് പോയേക്കണം. നമ്മൾ പോയത് കടമ്പ്രയാറാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇയർഫോണും പൈസയും എല്ലാം ആളുടെ പേഴ്സിലേക്ക്, അതായത് ബാഗിലേക്ക് വെച്ചു വിട്ടാ. ഇത് കണ്ടാലറിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഉച്ചത്തിറങ്ങാൻ വരെ മടിയുള്ള ഞാൻ ഇയാളെ വിളിച്ച് അങ്ങാട് പറഞ്ഞേക്കണം കറങ്ങാൻ പോവാൻ. അങ്ങനെ നമ്മൾ എവിടെയാണ് എത്തിയെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ പുറകോട്ടിരിക്കുക. ഇത് നമ്മൾ കുറച്ച് കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും സെറ്റായില്ല കേട്ടോ. അത് ഇച്ചിരി കോമഡി ആയിപ്പോയി. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യണ മുന്നേ ക്യാമറ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ ആക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പറ്റണില്ല. അതെന്തോ സാങ്കേതിക തകരാറ് മൂലമാണെന്ന് തോന്നുന്നു. അത് അറിയണ ആരോടും ചോദിച്ച് ഫിക്സ് ചെയ്യണം. ഇതാണ് നമ്മൾ കടമ്പ്രയാറ്. നമ്മ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ആ പാലം കേറിയിട്ടില്ല. അവിടെ വരെ നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മ നടക്കും. മനസ്സിലായ? ഇവിടെ രണ്ട് കാര്യത്തില് പറ. യെസ്, നമ്മ ഏതെങ്കിലും സിനിമയൊക്കെ ഓട്ടിട്ട് റിലീസ് ആകുമ്പോ ഇവിടെ വരും. നമ്മ വാഴ 2 ഒക്കെ കണ്ടത് ഇവിടെ വെച്ചാ അങ്ങനെ വരും. പിന്നെ നമ്മ വന്നത് വീഡിയോ, അതായത് നമ്മൾ നേരത്തെ യൂട്യൂബിൽ എപ്പോഴും ചലഞ്ച് ഇടുമായിരുന്നു, ഷോർട്സ്. അതെടുക്കണം ഇവിടെ വെച്ചാ. അടിപൊളി സ്ഥലമാണ്. ഫോൺ വെക്കാനും സൗകര്യമുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിക്കാരും വെള്ളക്കാരൊക്കെ ഉള്ളു. അപ്പൊ അങ്ങനെ നൊസ്റ്റടിച്ച് ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെയാണ് നമ്മൾ ഇരിക്കണ സ്ഥലം. നമ്മൾ ഇവിടെ ഇരുന്ന് ഇവിടെ ക്യാമറ വെച്ച് ഇവിടെ അടിപൊളിയായിട്ടിരുന്ന് വീഡിയോ എടുക്കും അല്ലേ? അടിപൊളി സ്ഥലം. ഇവിടെ നമ്മ വന്ന ഇത്ര വർഷത്തിൽ ഇവിടെ നമ്മ അനങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഈ പാലം കയറും ഗൈസ്. നമ്മ മഴയത്ത് പുറത്തിറങ്ങുമ്പോ ഇടിമിന്നലേക്കാതിരിക്കാൻ വേണ്ടി അക്വേഷ്യ ഇതൊന്നും വീട്ടിലാരും കത്തിക്കരുത്. ശ്വാസം മുട്ടി ചത്തു. ഇത്രയുള്ളേ 11 മണി വരെ ആൾക്കാരുണ്ടോ? പാലത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ ചിന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലം പൊളിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ എത്ര മുമ്പേ ഈ കമ്പിയും കട്ടയൊക്കെ നമ്മുടെ നെറുകന്തലയിൽ വീണ് തല പൊളിഞ്ഞ് ചാവോന്നൊക്കെ ആയിരുന്നു കേട്ടാ. വോയിസ് ഓവർ ചെയ്യുമ്പോഴും വീഡിയോയിൽ വന്നതിൻ്റെ ശബ്ദവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ. ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് ഇവിടെ വേക്കൻസി ഉണ്ടാവും. ആദ്യമൊക്കെ ഇത് ആസ്വദിച്ചെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞു വന്നപ്പോഴേക്ക് 2018 സിനിമ വരെ എത്തിയിട്ടോ. എടുക്കുമ്പോൾ മാറുള്ളെങ്കിൽ ആ ഫോണിലെ സെറ്റിംഗ്സിൽ എന്തോ കുഴപ്പമില്ല. മാറില്ല. കണ്ടോ, കടയെ കൊണ്ട് കാണിക്കാം. ഈ പൂവിന്റെ പേര് ആർക്കും അറിയാമോ? ഇതെനിക്ക് വേണമെന്നുണ്ടായി. ഇത് ഏതോ ഒരുമാതിരി പാടിയ പോലെയൊക്കെയാണ് കേട്ടോ ഇരുന്നത്. ചായക്കട ഇട്ടെങ്കിൽ ചായ കുടിക്കായിരുന്നു. വർത്താനൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്താണ് വണ്ടർല കാണുന്നത്. പണ്ട് മുതലേ വീണ്ടും ഇവിടെ നിന്നാലും അവിടെ പോയാലും വണ്ടർല കാണുമ്പോൾ ഒരു സന്തോഷം വേറെയാണ് കേട്ടോ. പിന്നെ കുറച്ച് അത്യാവശ്യം ചൂണ്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുറേ വീഡിയോസ് എടുക്കാൻ ആഗ്രഹം ഉണ്ടായി. ഞാൻ ഒറ്റയ്ക്കായാലും ഞങ്ങൾ ഒരുമിച്ചായാലും. പക്ഷെ നമ്മൾ ട്രൈപോഡ് എടുക്കാത്തതുകൊണ്ട് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ മെയിനായിട്ട് നല്ല മഴയത്ത് ഈ അടടാ മഴയുടെ പാട്ടൊക്കെ വെച്ച് 2-3 ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നേ. നമ്മളങ്ങനെ കടമ്പ്രയാറിന്റെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ നടന്ന് തിരിച്ചു പോകുന്നട്ടാ. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇതാണ് എനിക്ക് വേണ്ട സാധനം. ഇതമ്മ അടുത്ത ഡാൻസ് ആണ്. ഇതമ്മ അടുത്ത ഡാൻസ് ഏതാണ് കളിക്കാൻ പോണെന്ന് ഇവൻ കളിക്കും. ഫോണിനൊക്കെ സാധനമില്ല. അപ്പൊ ഒരാഴ്ച ഇവൻ കളിക്കും, പിന്നെ ഞാൻ കളിക്കും, പിന്നെ ഫോൺ കളിക്കും, ഞാൻ കളിക്കും. അങ്ങനെ കേട്ടാ ഇതല്ലേ. ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. നിനക്കാണ് കാറ്റടിച്ചാലും പണി. അടിപൊളി സ്ഥലം. പക്ഷെ ചായ വേണം.
എനിക്ക് വിശപ്പിൻ്റെ അസ്കീതുള്ളതുകൊണ്ട് കഴിക്കാൻ അത്യാവശ്യം അൽക്കുരുത്ത് സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കയാക്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നോ. അവിടെ ബോർഡ് പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ എടുക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ കുറച്ച് അഭ്യാസങ്ങൾ കാണിച്ചു. അത് വേറൊന്നുമല്ല, കുറച്ച് നാൾ മുമ്പ് ഈ കപ്പിൾ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അന്ന് ഞാൻ ഇയാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ പറ്റും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം പറ്റുമെന്ന് പറഞ്ഞു, ഒരെണ്ണം പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ആദ്യം പോയിട്ടൊന്ന് നോക്കി, പക്ഷേ പറ്റി. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തത് ഭയങ്കര കഷ്ടപ്പെട്ടാണ്. അവിടുത്തെ തെങ്ങിലൊക്കെ ബാഗ് വെച്ചിട്ട് അവിടെ ചാരി വെച്ചിട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോസ് എടുത്തത്. അപ്പോൾ ഈ ക്യാമറയിലേക്ക് വെള്ളം വന്ന് വീണുകൊണ്ടാണ് ഇടയ്ക്ക് ഈ മൂടൽ മഞ്ഞ്, കോടയൊക്കെ പോലെ അങ്ങാട് മൊത്തം മങ്ങിപ്പോണത്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പെട്ടെന്നാണ് നമ്മൾ അങ്ങാട് പോയിട്ട് ഇങ്ങാട് വന്നത് കേട്ടോ. അതായത് അധികം നേരമൊന്നും നിന്നൊന്നുമില്ല. അതായത് ഇരുട്ട് പോലായില്ല. നമ്മൾ പോയിട്ട് അപ്പം തന്നെ തിരിച്ചു പോകുന്നു. കാരണം ബസ്സിനും കൂടിയാണല്ലോ പോണത്. പക്ഷേ ഒരുപാട് മണിക്കൂറുകളോളം അവിടെ സ്പെൻഡ് ചെയ്ത പോലെ എനിക്ക് തോന്നി. വന്ന വഴിക്ക് ബസ്സിൽ വെച്ചാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ കട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് നേരെ വന്നിട്ട് പോസ്റ്റ് ചെയ്യാൻ പാകത്തിന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കണം, എന്തെങ്കിലും ഐഡിയ പറയും. അല്ലെങ്കിൽ കഷ്ടകാലമാണ്, മനസ്സിലായ? ഇവന്റെ കൈ കയറിയിട്ട് ഇവന്റെ കൈ ഓടിയാതെ എന്റെ കാലൊടിയാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി. ചായ ഉഴുന്നോടെ കേട്ടോ കഴിച്ചത്. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്യാവശ്യം കുറച്ച് സംസാരിക്കാൻ പറ്റാറ്. നമ്മൾ അങ്ങനെ ഇങ്ങനെ നേരത്തെ പോലെ മീറ്റ് ചെയ്യാറില്ല, ജസ്റ്റ് കണ്ടിട്ട് പോകുക, അത്രേ ഉള്ളൂ. അങ്ങനെ മഴയത്ത് പോകണം എന്നുള്ള എൻ്റെ ആഗ്രഹം സാധിച്ചു. മഴ